അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മദ്യപിച്ച് വാഹനമോടിച്ചാൽ പിഴ, ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ, രണ്ടിലധികം പേരുണ്ടായാൽ പിഴ, ക്യാമറയിൽ പെട്ടാൽ പിഴ. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹനത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ എന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തന്ത്രം. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഭർത്താവും ഭാര്യയും, കാമുകനും കാമുകയും, അച്ഛനും മക്കളും, സുഹൃത്തുക്കളും ആരുമായിക്കോട്ടെ, ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ മിണ്ടാതെ പൊക്കോണം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പിന്നിലിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റി എന്ന കുറ്റം ചുമത്തി പിഴ ഈടാക്കാനാണ് ആലോചന. എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. ആവശ്യമില്ലേറെ ഉണ്ടല്ലോ ഇപ്പൊ പിഴകൾ. അത്രയ്ക്ക് നല്ല വകുപ്പാ. വെഹിക്കിൾസ് അല്ല വഹിക്കിൾസാ. സാക്ഷാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും ഇവറ്റെടുത്ത് രക്ഷയില്ല. യാത്രക്കാർ മാത്രമല്ല, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അയച്ച സർക്കുലർ കണ്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുകയാണ്. പിഴ ഈടാക്കാനുള്ള ഉത്തരവല്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. ചക്രവാഹനത്തിന് പിന്നിലിരുന്ന് സംസാരിക്കുന്നത് അപകട കാരണമാകുന്നതായി കാണിച്ച് പരാതി ലഭിച്ചപ്പോൾ പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള സ്വാഭാവിക നിർദ്ദേശമാണ് നൽകിയത്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചാലത്തേക്ക് വാ. തുടർ നടപടി പിന്നീട് തീരുമാനിക്കുമെന്നും പറഞ്ഞ് തടിതപ്പുകയാണ് സർക്കുലർ ഇറക്കിയവർ. ഇല്ല, ഇതങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.